ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഈ വാഷിങ്ടണിൽ നിന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തലക്കെട്ട്. അതുപോലെ ഇത് ഒരു ബ്രേക്ക് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്, സാധാരണ മാധ്യമങ്ങളിൽ ബ്രേക്ക് ചെയ്യുന്നത് പോലെ. അത് ഇന്ത്യ പാക് വെടിനിർത്തൽ അങ്ങനെ ആണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം കാണുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയ സ്ഥിതിക്ക് അതാണ് രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്, ഇന്റൻഡഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ്. അപ്പം ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടി എന്ന് രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഡീഎസ്കലേറ്റ് ചെയ്യണം, അന്തരീക്ഷത്തിൽ അയവ് വരുത്താനുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതായിരുന്നു CPM-നെ പ്രതികരിച്ചുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ ഞാൻ അഭിപ്രായപ്പെട്ടത്. അത് മാത്രമല്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം ഒരു തരത്തിലും ഗുണകരമല്ല, ഈ കാലഘട്ടത്തിന് നിരക്കുന്നതല്ല യുദ്ധമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ കാര്യവും ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അതേസമയം ഈ വെടിനിർത്തൽ സംബന്ധിച്ച് ആദ്യത്തെ സൂചന അല്ലെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം ഉണ്ടായത് ഡൊണാൾഡ് ട്രംപിൽ നിന്നാണെന്നുള്ളത് ഏവർക്കും അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഈ ഒരു പ്രഖ്യാപനത്തിനെ കാണാൻ വേണ്ടിയിട്ട്. 1971 സിംല കരാറിന്റെ ലംഘനമായിട്ട് കൂടി ഇതിനെ കാണാൻ കഴിയും. മാത്രമല്ല, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ വിശദമായിട്ടുള്ള ട്വീറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഈ വെടിനിർത്തലിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി, ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ്, അമേരിക്കൻ പ്രധാനമന്ത്രി, അമേരിക്കയുടെ സൈനിക മേധാവി, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി, പാകിസ്ഥാന്റെ സൈനിക ഉപദേഷ്ടാവ് തുടങ്ങി ഏവരുമായിട്ടും വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ സമ്പൂർണമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഒരു വെടിനിർത്തലിന്റെ പിന്നിലുണ്ട് എന്ന് അമേരിക്ക പരസ്യമായി പറയുന്നത് ഒരു തരത്തിലും ആശാസ്യമല്ല എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഇത് ഡൊണാൾഡ് ട്രംപ് തന്നെ ആ രീതിയിൽ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. നമ്മൾ എക്കാലത്തും നമ്മൾ ശ്രമിച്ചിരുന്നത് പാകിസ്ഥാൻ കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് ഉഭയകക്ഷി വിഷയം മാത്രമാണ്, പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള വിഷയം മാത്രമാണെന്നുള്ള ഒരു നിലപാടിനാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ടിരുന്നത്. അത് മാനിക്കുന്ന ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തലിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണെന്നുള്ള സന്ദേശം ലോകത്താകമാനം പടർന്നിരിക്കുകയാണ്. അത് ഇന്ത്യ പോലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് CPM-ന്റെയും എന്റെയും നിലപാട്. ഇത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ഒരു തരത്തിലും ഗുണകരമായില്ല. മാത്രമല്ല, ഈ ഒരു പ്രതിസന്ധി സംജാതമായതിനു ശേഷം ഒരു തരത്തിലും ഐക്യത്തിന് വിഘാതമാകുന്ന ഒരു സൂചനയോ നിലപാടോ പ്രസ്താവനയോ നടത്തരുതെന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ. പഹൽഗാം വിഷയം ഉണ്ടായപ്പോൾ പോലും അതിന്റെ സുരക്ഷാ പാളിച്ചയെക്കുറിച്ചോ ഇന്റലിജൻസ് പാളിച്ചയെക്കുറിച്ചോ അതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നില്ല. സർവകക്ഷി യോഗത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ അഭിപ്രായമുണ്ട്, പക്ഷെ ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം. അതുകൊണ്ട് ഇന്ത്യ സർക്കാരും അതുപോലെ ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളും സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടും ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു. അവിടെ നിന്നുണ്ടാകുന്ന ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകിയിരിക്കണം. യുക്തമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണം. അതിന് ഞങ്ങളുടെ ഒരു ബ്ലാങ്കറ്റ് അപ്രൂവൽ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അസ്വസ്ഥജനകമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അതും ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തിയിൽ നിന്ന് ഈ വെടിനിർത്തലിനെ കുറിച്ച് കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലെ ഒരു പൊതുപ്രവർത്തകന് ഒരു തരത്തിലും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം കൂടണമെന്നാണ് സർവകക്ഷി യോഗത്തിൽ താങ്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. അത് ആ സാഹചര്യം വേറെയാണ്. പക്ഷേ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ വീണ്ടും ഉണ്ടോ? തീർച്ചയായിട്ടും പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹം അറിഞ്ഞോന്ന് എനിക്കറിയില്ല,
സർവകക്ഷി യോഗത്തില് ഈ ഡി എസ്കലേഷനെ കുറിച്ചും യുദ്ധമുണ്ടാക്കാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ചും അതെന്തുകൊണ്ട് നമുക്ക് അഭികാമ്യമല്ല എന്നും ഈ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്ന ഗുണകരമല്ല എന്നും പറഞ്ഞത് CPM-നെ പ്രതികരിച്ച് ആ യോഗത്തിൽ പങ്കെടുത്ത ഞാനാണ്. അത് ഒരുപക്ഷെ ഞാനത് പറഞ്ഞത് യുദ്ധം വേണ്ടതില്ല, ഗുണകരമല്ല എന്ന് ഞാൻ പറഞ്ഞതിനെ പോലും വക്രീകരിച്ച് സംഘ്പരിവാർ ഹാൻഡിലുകളിലൂടെ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നുള്ള കാര്യം കൂടി ബഹുമാനപ്പെട്ട ഭദ്രകുമാർ ഒന്ന് ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് CPM ആണ്. ആ നിലപാടാണ് യഥാർത്ഥത്തിൽ ശരിയെന്നുള്ളത് ഇന്ന് രാജ്യം അംഗീകരിച്ചു. ഈ പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കണമെന്ന് തിരിച്ചടി കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും ഇന്ത്യൻ ജനതയ്ക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നും ഈ യുദ്ധജനവും യുദ്ധവെറിയും സൃഷ്ടിക്കുന്നത് അല്ല എന്നുള്ളത് അടിവരയിട്ടുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുത്തത്. അതൊക്കെ ആണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും എന്നേക്കാൾ കൂടുതൽ മികവോടെയും ഇന്ത്യൻ വിദേശകാര്യത്തിന്റെ വിവിധ തലങ്ങൾ നോക്കിക്കാണാൻ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ബഹുമാനപ്പെട്ട ശ്രീ ഭദ്രകുമാർ എന്ത് നിലപാട് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് മുഖവിലക്കെടുക്കാനും കൂടി ഞാൻ സന്നദ്ധനാണെന്ന് പറയും. തീർച്ചയായിട്ടും ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിച്ചാൽ താങ്കൾ പെട്ടെന്ന് ഫ്രീ ആക്കാം. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് താങ്കൾ ഈ കേരളത്തിലേക്കൊക്കെ വരുന്ന വിദ്യാർത്ഥികളെ ഈ അതിർത്തിയിലെ അശാന്തിയുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ പഞ്ചാബിൽ നിന്നൊക്കെ വരാൻ ശ്രമിക്കുന്നവർക്ക് ഒരു സൗകര്യമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നത് താങ്കളത് ഡൽഹിയിൽ അവർക്ക് ഇടത്താവളം ഒരുക്കുന്നതിലൊക്കെ ഇന്ന് ശ്രദ്ധിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളി വിദ്യാർത്ഥികളാണ് ഈ പറഞ്ഞ പാകിസ്ഥാനി ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും നമ്മൾ ഡൽഹിയിലേക്ക് വന്നത്. ഒരുപക്ഷെ ഇത്രയും വിദ്യാർത്ഥികൾ അവിടെയൊക്കെ പഠിക്കുന്നുള്ള കാര്യം എനിക്ക് ആദ്യമായിട്ടാണ് അറിവ്. ഇപ്പൊ ഒരു 400-500 വിദ്യാർത്ഥികളെങ്കിലും ഞാനിന്ന് കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്നും ജമ്മുവിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഒരുപക്ഷെ അവരുടെ സുരക്ഷയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി അവർക്കൊക്കെ തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അവർ തിരിച്ചു പോകണമെന്നുള്ളതാണ്. പക്ഷെ 17-ാം തീയതി വരെ അവർക്ക് അവധി നൽകി എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അവർ നാട്ടിൽ പോയിട്ട് അവരുടെ മാതാപിതാക്കളെ കണ്ട് അവരെയും കൂടി ആശ്വസിപ്പിച്ച് ആ ഒരു സ്നേഹത്തിന് പാത്രമായിട്ട് തിരിച്ചു പോയിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ കൈക്കൊണ്ട തീരുമാനം. അതുകൊണ്ട് തന്നെ പലരെയും ഞങ്ങളിന്ന് തീവണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി അഥവാ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ സ്വീകരിക്കാനും ഞങ്ങൾ സന്നദ്ധമാണ്. ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്ക് ഒരു അയവ് വന്നിരിക്കുന്നു. അത് എല്ലാവർക്കും ആശ്വാസം പകരുന്ന കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ യുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ സംഘർഷത്തെ മുൻനിർത്തി ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു യുദ്ധവെറിയാണ് ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ പോലും പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നൊരു ഒരു ഘടകമുണ്ട്. മാത്രമല്ല ഇത് സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവ് രാംഗോപാൽ യാദവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് UP-യിലെ ഗ്രാമങ്ങളിലൊക്കെ ഈ പൂഴ്ത്തിവെപ്പ് ആരംഭിച്ചിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. ഇപ്പോൾ എയർ ടിക്കറ്റ് തന്നെ, വിമാന ടിക്കറ്റ് തന്നെ 38% വർധനമാണ് ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാനൊരു ചർച്ചയിൽ പറഞ്ഞത് യുദ്ധമെന്തോ ലഡുവോ ജിലേബിയാണെന്നുള്ള ധാരണയിൽ ചർച്ച ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ഭ്രാന്തമായൊരു നിലപാടാണ്. ഇതിന് യുക്തിയില്ല, ഒരു തരത്തിലുള്ളൊരു ശാസ്ത്രമില്ല, വസ്തുതയില്ല. ഇതൊന്നുമല്ല മാധ്യമ ധർമ്മമെന്ന് ഞാൻ അടിവരയിടാൻ വേണ്ടി ശ്രമിച്ചത്. എന്തായാലും നാളെ മുതൽ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ റൺ ഡൗൺ ഉണ്ടാക്കി വെച്ച മാധ്യമങ്ങൾക്ക് ഇനിയിപ്പോൾ നിരാശപ്പെടാം. പൂഴ്ത്തിവെച്ച ആളുകൾക്കും അതല്ല, അവര് പിടിച്ചെടുത്ത പാകിസ്ഥാന്റെ നഗരങ്ങളൊക്കെ അവർ വിട്ടുകൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. യെസ്, താങ്ക് യു ഡോക്ടർ ജോൺ ബ്രിട്ടാസ്.